വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്ന് ഞാൻ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി പലരും പല രീതിയിലാണല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ഞാനൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വലിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഉരുളിയിലാകുമ്പോൾ നമുക്ക് എല്ലാ ചിക്കനും കൂടി ഒരുമിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കിയിട്ട് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ 6 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 7 വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ അരിയും 1.5 കിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സവോളയിൽ നിന്ന് പകുതിയോളം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തമിയും അപ്പം കൂടി എനിക്കിതാ ഈ ഒരു മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്ന് നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർക്ക് സ്കൂൾ അടച്ച്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമയമുണ്ട്. ആ നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് സവാള അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിനേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 1.5 കിലോ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അൽത്താഫ എനിക്ക് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരികയാണ്. അപ്പം ഞാൻ നേരത്തെ പറയാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഈ റൈസ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. കുതിർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഞാനൊരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഉണ്ടല്ലോ, അത് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഉണ്ടല്ലോ, അത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 4 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബിരിയാണി മസാല നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത്രയും മതി കേട്ടോ. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുക, അതിൻ്റെ പകുതി മതി കേട്ടോ പുതിനയില. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോളയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഈ ഒരു ബിരിയാണി ഗാർണിഷ് ചെയ്യുന്ന ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, വഴനയെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലെ അരി നമ്മൾ അളന്നെടുത്തതിന് ശേഷം ആ അരി എടുത്ത പാത്രത്തിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കുതിർക്കാതെയാണ് ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള കണക്കിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം
നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലവണ്ണം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു റൈസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ദമ്മിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നിരത്തി കൊടുക്കുക കേട്ടോ. ഒരു ലെയറായിട്ട് നിരത്തി കൊടുക്കുക. ഈ ചിക്കൻ്റെ മസാല മുഴുവനായിട്ട് ഞാൻ താഴത്തെ ഒരു ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുക, വീണ്ടും മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ട് ഈ ഒരു മസാലേൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണി പലരും പല രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ലെയറായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു സവോള ഉണ്ടായിരുന്നല്ലോ അത് മുഴുവനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് നല്ലവണ്ണം കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രത്തിലായതുകൊണ്ടാണ് ഈ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു വെയിറ്റ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ദാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ച് മസാലയും കുറച്ച് റൈസും ആയിട്ട് എടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാ മസാലയും റൈസും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ മസാലയും ഈ ഒരു റൈസും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മസാല ആ ഒരു റൈസിലുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണെങ്കിൽ റൈസ് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു രീതിയിലും ബിരിയാണി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത്. നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് ഒന്നല്ലെങ്കിൽ ഗരം മസാലപ്പൊടി മാത്രം അല്ലെങ്കിൽ ബിരിയാണി മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.